നമസ്തേ, ഞാൻ പ്രിയ വേണുഗോപാൽ. ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും ചർച്ചയാകാൻ കാരണമായിട്ടുള്ള ഒരു വ്യക്തി അർജുൻ. ബാലഭാസ്കർ കേസ് 2019 മുതൽ ഇതുവരെ നിലനിൽക്കുന്നതിന് ഏറ്റവും വലിയ ശക്തിയായ മറ്റൊരു വ്യക്തി സോബി ജോർജ്. ഈ രണ്ട് വ്യക്തികളുടെ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോ ഉണ്ടാക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും കേസിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുക എന്നുള്ളതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. 2019 മുതൽ 2018 മുതൽ പരാതിയുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബം മാധ്യമത്തിലേ ചെയ്യുന്നുണ്ട്, അച്ഛൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2019 മുതൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പൊതുവേദിയിൽ ചർച്ചയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം വന്നപ്പോൾ, അല്ലെങ്കിൽ അർജുനെ പോലെ ഉള്ള ഒരു ക്രിമിനലിന്റെ കഥ വീണ്ടും പുറത്തു വന്നപ്പോൾ, ഒരു തെളിവായി പുറത്തു വന്ന സമയത്ത് ഇതിനെ മറ്റ് നറേറ്റീവ്സിലേക്ക് കൊണ്ടുപോകാൻ, പൊതുബോധത്തെ വീണ്ടും വഴിതെറ്റിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത്. നമ്മുടെ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകും എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥ. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. കാരണം എഴുതിയതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. വീഡിയോ ആകുമ്പോൾ അതിന് കുറച്ച് പ്രയാസമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രം. ഇപ്പോൾ അർജുൻ്റെ കാര്യം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അർജുൻ എന്ന് പറയുന്നത് ബാലുചേട്ടൻ്റെ റിലേറ്റീവ് അല്ല, ബാലുചേട്ടൻ്റെ ഡ്രൈവർ അല്ല. ഇവർക്ക് പരിചയമുള്ള, ഇവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന പൂന്തോട്ടം ആ ഫാമിലിയിലെ ലത എന്ന് പറയുന്ന വ്യക്തിയുടെ ചേട്ടൻ്റെ മകനാണ് അർജുൻ നാരായണൻ. അർജുൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസമാണ് പൂർത്തിയാക്കിയതെന്നാണ് പോളിഗ്രാഫ് ടെസ്റ്റിൽ അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അർജുൻ്റെ ഈ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞ് ബാലുചേട്ടൻ കൂടെ നിർത്തി അല്ലെങ്കിൽ ഡ്രൈവറാക്കി, ഇതൊന്നുമല്ല കഥ. ലക്ഷ്മിയുടെ മൊഴിപ്രകാരം തന്നെ, കഴിഞ്ഞ CBIക്ക് നൽകിയ മൊഴിപ്രകാരം തന്നെ ലത ബാലുചേട്ടനോട് റിക്വസ്റ്റ് ചെയ്തു, ഇവരോട് ഈ അർജുനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കണം എന്ന്, അവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയും അല്ലാതെ പറഞ്ഞല്ലോ, ലക്ഷ്മിയും പറഞ്ഞല്ലോ, ബാലുചേട്ടനുമായി ഉള്ള ഒരു സംഭാഷണത്തിനിടെ അയാളോട് സഹതാപം തോന്നി ബാലുചേട്ടൻ കൊണ്ടുവന്നതാണ്, കൂടെ നിർത്താൻ എന്നുള്ളതല്ല, ഒരു ജോലി ശരിയാക്കി കൊടുത്താൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ബാലുചേട്ടൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾക്കറിയുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഈ പയ്യനെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നന്നാക്കാൻ വേണ്ടിയിട്ട്, ഗൾഫിൽ ജോലി നേരെയാക്കാൻ വേണ്ടിയിട്ട്, ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമൊക്കെ ശരിയാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. വിഷ്ണുവാണ് ആദ്യം മുതലേ തിരുവനന്തപുരത്ത് അർജുൻ്റെ കെയർ ടേക്കർ. അതായത് ഹോസ്പിറ്റലിൽ പോലും കെയർ ഓഫ് വിഷ്ണുവിൻ്റെ ഒരു കമ്പനിയുടെ അഡ്രസ്സാണ് അർജുൻ നൽകിയിരിക്കുന്നത്. കാരണം വിഷ്ണു മുഖേന സൺ ഹോംസിലെ ഡ്രൈവറായിട്ടാണ് അർജുൻ ആദ്യം നിയമിക്കപ്പെടുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുറത്താക്കപ്പെട്ടതിന് ശേഷം വിഷ്ണുവിൻ്റെ കീഴിൽ തന്നെയാണ് അർജുൻ ജോലി ചെയ്തിരുന്നത്, ബാലുചേട്ടൻ്റെ ഡ്രൈവർ അല്ല. പിന്നെ ആ യാത്രയിൽ എന്തുകൊണ്ട് അയാൾ വന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം. പൂന്തോട്ടത്തിലെ ആ ലത തന്നെ അറേഞ്ച് ചെയ്ത ഒരു ചടങ്ങാണ്. അപ്പോൾ അവരുടെ കുടുംബ കാര്യം പോലെ തന്നെ നടക്കുന്നൊരു ചടങ്ങിലേക്ക് അവിടുത്തെ ഒരു പയ്യൻ തന്നെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായുള്ള ഒരു തീരുമാനമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ വിഷ്ണുവിൻ്റെ എംപ്ലോയി ആയിരുന്നു അയാൾ എന്നുള്ളിടത്താണ് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്, പൂർണ്ണമായും അതങ്ങ് വിശ്വസിക്കാൻ. കാരണം ഈ സൺഹോംസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിൻ്റെ പല മൊഴികളിലും, അല്ലെങ്കിൽ സൺഹോംസിലെ തന്നെ അവിടുത്തെ ഒരാളുടെ മൊഴി പ്രകാരവും, വിഷ്ണു ബാലുചേട്ടൻ്റെ മരണശേഷവും അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് ലക്ഷ്മിയുടെ പല ആവശ്യങ്ങൾക്കായി, ലക്ഷ്മിയുടെ ട്രാൻസ്പോർട്ടേഷന്. അപ്പോൾ അയാൾ തന്നെ അതിനകത്ത് മൊഴിയിൽ പറയുന്നുണ്ട്, അവർക്ക് സ്വന്തമായി വണ്ടി ഉള്ളപ്പോൾ എന്തിനാണ് ഇത് എടുത്തതെന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാളുടെ ഒരു മൊഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വിഷ്ണു ത്രൂ ആണ് അർജുൻ തിരുവനന്തപുരത്ത് അഡ്രസ്സി ആയത്. അർജുൻ്റെ കാര്യത്തിൽ നമ്മൾ സംശയിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, യാത്രയിൽ ഒരു 5-6 മണിക്കൂർ അർജുൻ്റെ അവൈലബിലിറ്റിയെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല, എവിടെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞ്. അതായത് ഒരു 3:30 ആ സമയത്ത് അവർ എത്തിയെന്ന് പറഞ്ഞല്ലോ, ഹോട്ടലിൽ ബുക്ക് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് രാത്രി വരെയുള്ള സമയത്ത് ഈ അർജുൻ തൃശ്ശൂർ ടൗണിൽ തന്നെ പല ദിക്കുകളിലായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ടവർ ലൊക്കേഷൻ CDR ഡീറ്റെയിൽസ് ഉണ്ട് ഇവരുടെ കയ്യിൽ, ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, അത് എടുപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം.
അപ്പോൾ അത് എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അയാൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? കാരണം അവരുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ പോലെ നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അമ്പലത്തിൽ. അതിൽ ലക്ഷ്മി പങ്കെടുക്കുന്നില്ല, നമ്മുടെ എന്താ പറയുക, ലതയാണ് ഉള്ളത്. ലതയും മകളുമാണ് കുഞ്ഞിനെയൊക്കെ തയ്യാറാക്കിയത്. അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ എന്നാലും ബാക്കി എല്ലാവരും, ഈ ഫാമിലിയിലെ ബാക്കി ഒരുപാട് മെമ്പേഴ്സ് അവിടെ ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് അർജുൻ അതിൽ പങ്കെടുക്കാതെ തൃശ്ശൂർ കറങ്ങി നടന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ തൃശ്ശൂരിലെ അർജുന്റെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അർജുൻ അക്യൂസ്ഡ് ആണ് ആദ്യം മുതലേ. എഫ്ഐആർ ഇട്ട സമയത്ത് അതൊരു ആക്സിഡന്റ് കേസ് എന്നുള്ളൊരു എഫ്ഐആർ ഉണ്ട്. ആ എഫ്ഐആർ തന്നെ ഈ ഞങ്ങളുടെ കംപ്ലയിന്റിനെ തുടർന്ന് അത് തന്നെ വീണ്ടും ഇട്ട് ഉള്ളതിലും ഈ അർജുൻ എന്ന് പറയുന്നത് പ്രതിയാണ്. പ്രതി എന്നുള്ള നിലയ്ക്ക് അവിടെ നമുക്ക് ഇതില്ലല്ലോ, മൊഴിയെടുക്കുക എന്നുള്ളൊരു രീതിയില്ല. ഇയാളെ ചോദ്യം ചെയ്തതിന്റെ ഡീറ്റെയിൽസോ അങ്ങനെയുള്ള രേഖകളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടുള്ളത് ആകെ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ റിസൾട്ട്സ് ആണ്. അപ്പൊ അതിലേക്ക് വരാം, പോളിഗ്രാഫ് ടെസ്റ്റിന്റെ കാര്യങ്ങളിലേക്ക് വരാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ യാത്രയിൽ 5 മണിക്കൂർ ഇയാൾ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും യാതൊരു ധാരണയുമില്ല. ഇനി ക്രൈംബ്രാഞ്ച് മുതലുള്ള കാര്യം ഒന്ന് നോക്കുകയാണെങ്കിൽ അർജുനെ ഒരിടത്ത് പോലും, അതായത് പോലീസ് ആകട്ടെ ക്രൈംബ്രാഞ്ച് ആകട്ടെ അത് കഴിഞ്ഞിട്ട് വന്ന CBI ആയിക്കൊള്ളട്ടെ, ഒരിടത്ത് പോലും അർജുനെ തൊട്ടിട്ടില്ല. അർജുനെ എന്താ പറയാ, ഒരു കുറ്റപത്രം തയ്യാറാക്കി അർജുനെ പ്രതിയാക്കി ചോദ്യം ചെയ്യൽ, അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യത്തിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ സമയത്ത് ഈ ഒരു ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ ക്രൈംബ്രാഞ്ച് DYSP ഹരികൃഷ്ണൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അയാൾ അബ്സ്കോണ്ടിങ് ആണ് എന്നാണ്. പിന്നീട് ടവർ ലൊക്കേഷനും CDRും ഒക്കെ പരിശോധിച്ചിട്ട് അയാൾ ആസാമിൽ പോയിരിക്കുന്നു എന്ന് പറയുന്നു. തീരെ വയ്യാതെ കിടക്കുന്ന ആളെന്നാണ് ആ സമയത്ത് പറഞ്ഞത്. കാലിന് തീരെ ബലമില്ല, അതൊക്കെ കാരണമുള്ള MACT കേസിന്റെ കാര്യമുണ്ടല്ലോ, അതിലേക്ക് വരാം. അപ്പോൾ ആ സമയത്ത് അയാൾ ആസാമിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നത്, ആബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞ ആള്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും അർജുനെ ആരും വേദനിപ്പിച്ചിട്ടില്ല, നോവിച്ചിട്ടില്ല. ചോദ്യം ചെയ്യൽ നല്ല രീതിയിൽ നടന്നതായി ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. CBI അതിന് പിന്നീട് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ പറഞ്ഞു, ക്രൈംബ്രാഞ്ചിലെ DYSP ഹരികൃഷ്ണൻ പറഞ്ഞ കാര്യം, ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ കാര്യം, അയാളെ അറസ്റ്റ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, ജാമ്യം എടുത്ത് പോവും, വലിയ കേസൊന്നും അല്ലല്ലോ എന്നും, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടന്നില്ല എന്ന് മാത്രം, ബാക്കിയൊക്കെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട്. CBI പറഞ്ഞൊരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, ഞങ്ങൾ എപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ബാലഭാസ്കറിന്റെ പേരൻസ് അപ്പീലുമായി പോകുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പ്രശ്നം ബാലഭാസ്കറിന്റെ അച്ഛൻ്റെതാണ്, പരാതി കൊടുക്കുന്നതിന്റെയാണ്, അതുകൊണ്ടാണ് ആക്ഷൻ ഇല്ലാത്തത് എന്നാണ് CBI ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇയാളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹിയർസേ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. കാരണം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്നെ തൊട്ടാൽ എല്ലാവരും കുറച്ച് കേൾക്കേണ്ടി വരും, ഞാൻ പലതും വിളിച്ചു പറയും എന്ന് ഇയാൾ പറഞ്ഞു എന്നൊരു ഹിയർസേ ഉണ്ട്. ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിന് ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതിനെ ഒരു എന്താ പറയാ, ഒരു തെളിവാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അതൊരു ആ രീതിയിൽ തന്നെ അങ്ങ് ഡിസ്കാർഡ് ചെയ്യാം, വിട്ടേക്കാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇവരാരും തൊടാത്തൊരാള് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അർജുന്റെ ഈ ആക്സിഡന്റിന്റെ സമയത്തെ കാര്യങ്ങൾ, അർജുനെ ആക്സിഡന്റ് നടന്ന് 2ാമത്തെ ദിവസമാണ് ഇയാൾക്ക് ഓർമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കഥകൾ നമ്മൾ കേട്ടു തുടങ്ങിയത്. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ബാലുചേട്ടനാണ് ഓടിച്ചത് എന്നുള്ള ഇതിലേക്ക് ഒരു മൊഴിയിലേക്ക് ഇയാൾ വന്നു. ഈ സമയത്തൊന്നും FIR ഇട്ടെങ്കിലും കോൺഷ്യസ് ആയിട്ടുള്ള 2 പേരുടെയും മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചിട്ട് പോലുമില്ല. ബാലുചേട്ടനും കോൺഷ്യസ് ആയിരുന്നു, അർജുനും കോൺഷ്യസ് ആയിരുന്നു. 2 പേരുടെയും മൊഴി എടുക്കാമായിരുന്നു, എടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് അറിയാവുന്ന മറ്റൊരു മൊഴി എന്ന് പറയുന്നത് ഡോക്ടർ ഫൈസലിന്റെയാണ്. ഡോക്ടർ ഫൈസലിന്റെ മൊഴിയും ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ എടുത്തിരുന്നില്ല. മെഡിക്കൽ കോളേജിലെ ബാലുചേട്ടനെ അറ്റൻഡ് ചെയ്ത് ഡോക്ടർ ഫൈസൽ ഒരു മീഡിയയിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ബാലുചേട്ടൻ കോൺഷ്യസ് ആയിരുന്നു, ബാലഭാസ്കർ ആണ് എന്നുള്ളത് സ്വയം ഐഡന്റിഫൈ ചെയ്തു. അപ്പുറത്തെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് അത് ലക്ഷ്മിയാണോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. അതുപോലെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉറക്കമായിരുന്നു, ഒരു വലിയ ശബ്ദം കേട്ടു എന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പോൾ ബാലുചേട്ടൻ ഉറക്കമായിരുന്നു എന്നുള്ളത് ബാലുചേട്ടൻ അവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മയക്കമായിരുന്നു എന്നുള്ളത് ബാലുചേട്ടൻ അവിടെ പറയുന്നുണ്ട്. ആരാണ് ഓടിച്ചത് ഉള്ളത് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം 2 പേരും പറഞ്ഞിട്ടുണ്ട്. അർജുനും പറഞ്ഞിട്ടുണ്ട്, ബാലുചേട്ടനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാലുചേട്ടൻ അപ്പു ഉറങ്ങിപ്പോയത് കൊണ്ട് വന്നതാണെന്ന് ബാലുചേട്ടൻ പറഞ്ഞതായി ഞാൻ എങ്ങും കേട്ടിട്ടില്ല. ലക്ഷ്മിയുടെ ഇന്റർവ്യൂവിൽ അത് പറയുന്നത് കേട്ടു. കാരണം ബാലുചേട്ടൻ അറിയാൻ സാധ്യതയില്ല, ബാലുചേട്ടൻ ഉറക്കമായിരുന്നല്ലോ. അപ്പോൾ അർജുൻ എന്തുകൊണ്ട് ആക്സിഡന്റ് വരുത്തി വെച്ചു എന്നുള്ളതിനെ കുറിച്ച് ബാലുചേട്ടൻ പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. അപ്പുവാണ് ഓടിച്ചത് എന്ന്
പറഞ്ഞതായിട്ട് എനിക്കും അറിയാം. ബാലുചേട്ടന്റെ കാര്യത്തിൽ ഒന്നുകൂടെ പറയട്ടെ, കോൺഷ്യസ് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. ബാലുചേട്ടൻ കോൺഷ്യസ് ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലിംസ് അറിയാൻ പറ്റുന്ന, കൈയും കാലും സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതും. അത് കഴിഞ്ഞിട്ട് ആദ്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓപ്പറേഷനും അതുമെല്ലാം കഴിഞ്ഞിട്ട് ആദ്യത്തെ സർജറി 2-3 സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രക്യോസ്റ്റമി ചെയ്തിട്ടുണ്ടായിരുന്നു വെന്റിലേറ്റർ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ ലിപ് മൂവ്മെന്റ് വഴി മാത്രമായിരുന്നു സംസാരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോഴും കോൺഷ്യസ് ആയിരുന്നു ആള്, വളരെയധികം ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് സംസാരിച്ചത്. പ്ലസന്റ് ആയിരുന്നു. ഞാനിത് പലതവണയും പറഞ്ഞിട്ടുണ്ട്. ബാലുചേട്ടന് മയക്കമായിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായി സംഭവിച്ചതായിട്ട് യാതൊരു ഓർമ്മയും അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോളുടെ കാര്യം ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ലക്ഷ്മിയുടെ കാര്യം ചോദിച്ചു. അപ്പോൾ അത് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രം. അർജുനെ കാണാനൊരു അവസരം എനിക്ക് 3-ാമത്തെ ദിവസം കിട്ടിയിരുന്നു. ICUവിൽ ആരെങ്കിലും ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അർജുന്റെ ബന്ധുക്കളാരും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. ഡോക്ടർ ജൂബിലിയാണ് എന്നെ അതിന് അനുവദിച്ചത്. അപ്പോൾ അവിടെ ഞാൻ കയറി കാണുമ്പോഴത്തേക്കും അർജുൻ വളരെ നോർമലായിട്ട് ഇരിക്കുകയാണ്. അർജുൻ്റെ അടുത്ത് ആരാണ് ഓടിച്ചത്, അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, കാരണം ബാലുമാൻ, അങ്ങനെയാണ് വിളിക്കുന്നത്, ബാലുമാൻ എന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കാൻ സമ്മതിക്കാറില്ല, ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പം മരുന്ന് ഞാൻ എന്ത് മരുന്നാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻ കില്ലർ കഴിക്കുന്ന സമയത്ത് ബാലുമാവൻ എന്നെ ഓടിക്കാൻ സമ്മതിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് ബാലുമാവനായിരിക്കാം ഓടിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ, ബാലുമാവനാണ് ഓടിച്ചത് എന്നങ്ങ് പറഞ്ഞു വെച്ചു അർജുൻ. ഇത് കഴിഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഹോസ്പിറ്റലിന്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ സാധാരണ ഒരു മെഡിക്കൽ ലീഗൽ കേസ് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നടന്ന മോഡൽസിന്റെ ഒരു അപകടം ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഡ്രൈവറിനെ തിരിച്ചറിഞ്ഞ വിധം അല്ലെങ്കിൽ ഡ്രൈവറിന്റെ അവസ്ഥയെ പറ്റി, അപകടം നടന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ വാർത്തകളിൽ നമ്മൾ വായിച്ചിരുന്നു. ആളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയതിന്റെ പുറകെയാണ് ആൽക്കഹോൾ കണ്ടന്റ് കണ്ടെത്തിയതും അതിന്റെ അളവിനനുസരിച്ച് അയാൾ വരുത്തി വെച്ച ആക്സിഡന്റ് എന്നുള്ളതും ഒക്കെ മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഒരു പരിശോധന ഇതിലെ പാസഞ്ചേഴ്സിന്റെ കാര്യത്തിൽ ബവൽ ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ നടത്തിയിട്ടില്ല. ഇതൊരു പോരായ്മയായിട്ട് ഞങ്ങൾ അന്ന് സൂചിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ പല കേസുകൾ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലായി ഇത് വളരെയധികം ഗ്രാവിറ്റി ഉള്ള ഒരു ഒമിഷനാണ്. അത് മനഃപൂർവ്വമാണോ എന്നുള്ളത് ശരിക്കും ഹോസ്പിറ്റലിൽ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അവിടെ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആരാണ് വണ്ടി ഓടിച്ചതെന്നുള്ളത് ആ സമയത്ത് അറിയാമായിരുന്നു, അവരുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയണമായിരുന്നു. ഇത് രണ്ടും ഹോസ്പിറ്റലിൽ ഓൺ ഡോക്യുമെന്റ് ഇല്ല. ഡോക്ടർ ഫൈസലിന്റെ മൊഴി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ രേഖകളിലൊന്നും ആദ്യം ഇല്ല, പിന്നീട് മൊഴി വന്നതിന് ശേഷമാണ് അതിലേക്കൊക്കെ കടക്കുന്നത്, അദ്ദേഹത്തിന്റെ മൊഴിയൊക്കെ കിട്ടുന്നത് പോലും. ഇനി ഈ അർജുന്റെ കേസിൽ നമ്മൾ MACTയുടെ കാര്യം പറഞ്ഞല്ലോ. MACT കേസ് അർജുൻ കൊടുത്ത സമയത്ത് ക്രൈംബ്രാഞ്ച് ഓൾമോസ്റ്റ് കൺക്ലൂഡ് ചെയ്തിരുന്നു ഇത് അർജുൻ വരുത്തി വെച്ചതാണ് എന്നുള്ളത്. അപ്പോൾ അർജുൻ വരുത്തി വെച്ച് അർജുൻ തന്നെ ഓടിച്ചു എന്ന് ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കേസിൽ എന്ത് ധൈര്യത്തിലാണ് ബാലുചേട്ടൻ ഓടിച്ചു, എനിക്ക് ഇത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചു, എന്റെ ജീവിതം, എന്റെ കല്യാണം, എന്റെ ആരോഗ്യം, എന്റെ പഠിത്തം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നഷ്ടമുണ്ടായി, അതുകൊണ്ട് ബാലുചേട്ടന്റെ അച്ഛൻ, അമ്മ, ഭാര്യ ഈ 3 പേരും എനിക്ക് 1.25 കോടി 1.30 അങ്ങനെ എങ്ങാണ്ട് ഒരു എമൗണ്ട്, ആ ഒരു എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് തരണമെന്ന് പറയുന്നത്. ഇതില് ഹിരൺമയിലേക്കാണ് ഈ നോട്ടീസ് ചെല്ലുന്നത്. ഹിരൺമയിലേക്ക് ചെന്ന നോട്ടീസ് ശരിക്കും അത് അവിടെ ഒരു അവിടുത്തെ പോസ്റ്റ്മാൻ, ബാലുചേട്ടന്റെ അച്ഛൻ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ അതിനെ പറയുന്നത് കൈപ്പറ്റിച്ചു, പേരപ്പനെയും അത് കൈപ്പറ്റിച്ചു. 3ാമത്തെ ആളായ ലക്ഷ്മി ഇത് കൈപ്പറ്റിയിട്ടുമില്ല, അതിന്റെ ഫർദർ പ്രൊസീഡിങ്സിലേക്ക് പോയിട്ടുമില്ല എന്നാണ് ആദ്യം ഞങ്ങൾ അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടം വരെയും ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ ഉണ്ടായതായി ഞങ്ങളുടെ അറിവിലില്ല. അച്ഛനും അമ്മയും പറഞ്ഞ CBI തെളിയിച്ചു, അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് തെളിയിച്ചു, എല്ലാം തെളിയിച്ചു അർജുനാണ് വണ്ടി ഓടിച്ചത്. എന്നിട്ടും അർജുൻ സ്വന്തം സ്റ്റാൻഡിൽ ഇപ്പോഴും നിൽക്കുകയാണ്, ആ കേസ് നിലനിൽക്കുകയാണ്. അടുത്ത വർഷം, അതായത് വരുന്ന ഇയറിൽ മാർച്ചിലോ ഏപ്രിലോ ആണ് അതിന്റെ അടുത്ത ഡേറ്റ് നൽകിയിരിക്കുന്നത്. കോടതിയുടെ ആ ഒരു നടപടികളുടെ വൈചിത്ര്യം അത് അവിടെ നിൽക്കട്ടെ. അതൊരു വലിയ കാര്യമാണെങ്കിൽ പോലും, നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണെങ്കിലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ MACTയിൽ അങ്ങനൊരു കേസ് കൊടുക്കാനുള്ള ധൈര്യം ഇയാൾക്ക് എങ്ങനെയാണ് വന്നതെന്നൊരു ചോദ്യമില്ലേ? അതിനൊരു കാരണം ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ,
ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ വളച്ചുതിരിച്ച് വേറെ എന്തെങ്കിലും ആക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും, നിക്ഷിപ്ത താല്പര്യമുള്ളവർക്ക് കഴിയുമായിരിക്കാം. പക്ഷെ ലക്ഷ്മിയോടൊപ്പം ഹോസ്പിറ്റലിലും അത് കഴിഞ്ഞ് വീട്ടിലും ഉണ്ടായിരുന്ന ആളാണ് ലത. ലതയുടെ ചേട്ടന്റെ മകനാണ് അർജുൻ. ഈ അർജുൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നേരെ പോയത് പൂന്തോട്ടത്തിൽ തുടർ ചികിത്സയ്ക്കായാണ് എന്നുള്ളത് CBIയുടെ ഇതിൽ തന്നെയുണ്ട്, റിപ്പോർട്ടിൽ തന്നെയുണ്ട്. പൂന്തോട്ടത്തിലായിരുന്നു അയാളുടെ തുടർ ചികിത്സ. അപ്പൊ ഇവരൊന്നും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെ വെറുതെ അങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? അമ്മായിക്ക് അയാളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയില്ലേ? ശരി, അമ്മായി ഇവിടെയാണ്, അമ്മാവന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ കഴിയില്ലേ? അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ലക്ഷ്മി പറഞ്ഞ മൊഴിക്ക് നേരെ വിരുദ്ധമായി ഉള്ള മൊഴി അപ്പോഴും ഒരു കടുംപിടുത്തം പോലെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അർജുന്റെ കാര്യത്തിൽ ഈ ഫാമിലി മെമ്പേഴ്സിന് ആർക്കും ഒരു സേ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധമില്ല എന്ന് പറയാനും നമുക്ക് നിർവാഹമില്ല. ഒന്ന് ഈ ചികിത്സയുടെ കാര്യം, ഇനി അതൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ് എന്നൊക്കെ വാദിച്ചാൽ പോലും ഈ കസിൻസ് തമ്മിൽ, ജിഷ്ണുവും അർജുനും ഒക്കെ തമ്മിലുള്ള വളരെ കാഷ്വൽ ആയിട്ടുള്ള വർത്തമാനമൊക്കെ ഫേസ്ബുക്കിൽ പലതവണ നമ്മൾ കമന്റ്സിലും അങ്ങനെ ഇങ്ങനെയുള്ളൊക്കെ കണ്ടതാണ്. ഇതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുമുള്ളതാണ് ആ 2019 ആ സമയം തന്നെ, ആക്സിഡന്റിനൊക്കെ ശേഷമുള്ള. അപ്പൊ ഇയാൾക്ക് അതുമായിട്ടൊന്നും ഇവർക്കൊന്നും ഈ ആക്സിഡന്റ്, പോസ്റ്റ് ആക്സിഡന്റ് ഉള്ള ബാക്കിയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഇവർക്കൊന്നും യാതൊരു ബോധറേഷനും ഇല്ല എന്നുള്ളത് നമുക്കവിടെ വ്യക്തമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അയാളുടെ കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പൂന്തോട്ടത്തിൽ ഒരു ഫാമിലി മെമ്പർ ആണെന്നുള്ളത് എടുത്ത് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇയാളുടെ പോളിഗ്രാഫ് ടെസ്റ്റിലേക്ക്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ആകെ അറിയുന്ന ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് പോളിഗ്രാഫ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സോബി കള്ളം പറഞ്ഞു എന്നുള്ളതാണ്. CBI തന്നെ പുറത്തുവിട്ട മാധ്യമ വാർത്തയാണത്. ഈ അർജുന്റെ കേസിൽ അയാളുടെ പോളിഗ്രാഫ് ടെസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അയാൾ കൃത്യമായ ഉത്തരമാണ് നൽകിയത് എന്നുണ്ട്. ട്രൂത്ത്ഫുൾ റെസ്പോൺസസ് എന്ന് പറയുന്നുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ്: ഡിഡ് ബാലഭാസ്കർ ആസ്ക് യു ടു അക്കമ്പനി ഹിം ടു തൃശൂർ? യെസ് എന്ന് പറഞ്ഞു. ഇസ് ദിസ് ആക്സിഡന്റ് ഡെലിബറേറ്റ്ലി ഡൺ ബൈ യു? നോ എന്ന് പറഞ്ഞു. ഡിഡ് someone approach you to do this accident? നോ എന്ന് പറഞ്ഞു. ഡസ് ദിസ് ആക്സിഡന്റ് ഹാവ് എനി കണക്ഷൻ ടു ഗോൾഡ് സ്മഗ്ലിംഗ്? നോ എന്ന് പറഞ്ഞു. ഇതെല്ലാം ട്രൂത്ത്ഫുൾ ആൻസേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതേ സമയം തന്നെ ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തിന്റെ ലെയേർഡ് വോയിസ് അനാലിസിസിലും അതുപോലെ സൈക്കോളജിക്കൽ മെഡിക്കൽ സ്റ്റാറ്റസിലും ബിഹേവിയറൽ അസസ്മെന്റിലും പ്രശ്നങ്ങളുണ്ട്. ഈ ബിഹേവിയറൽ അസസ്മെന്റിന്റെയും LVAയുടെയും ഒക്കെ ബേസിസിലാണ് സോബി ജോർജ് കള്ളം പറഞ്ഞതായിട്ട് നമ്മൾ പുറത്തറിഞ്ഞത്. ഇവിടെ സൈക്കോളജിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാറ്റസിൽ ആള് ഫിറ്റ് ആയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് മെഡിക്കലി ആൻഡ് ഫിസിക്കലി, മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയുന്നു. ഈ ക്രൈമിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദി എക്സാമിനേഷൻ ഹി വാസ് ഫൗണ്ട് ടു ബി വെരി നെർവസ്. ഈ നെർവസ്നെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കണ്ടിട്ടുണ്ട്. ആദ്യമായി ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിലൊക്കെ വരുമ്പോൾ ഉള്ള നെർവസ്നെസ് ആയിരിക്കാം, സ്വാഭാവികമായിരിക്കാം. ബിഹേവിയറൽ അനാലിസിസിൽ it was observed that the subject was found to be cooperative but very nervous. He was repeating the same story about Bala Bhaskar visiting his auntie's home and about Pooja. But he could not describe any details about the incident and post-incident part he tried to avoid throughout the interview. ആക്സിഡന്റിനെ കുറിച്ച് യാതൊരു കാര്യവും യാതൊരു വിശദീകരണവും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, അർജുന് കഴിഞ്ഞിട്ടില്ല. ഈ ഇൻസിഡന്റും അത് കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ചോദ്യങ്ങളെ ഒഴിവാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ഹി വാസ് ടേക്കിംഗ് ടു മച്ച് ടൈം ടു ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് പറയുമ്പോൾ ആണ് നമുക്ക് സംശയങ്ങൾ കൂടുതൽ വരുന്നത്. അതേ തുടർന്നുള്ള LVAയിലും അർജുൻ ഡസ് നോട്ട് അപ്പിയർ ട്രൂത്ത്ഫുൾ ഇൻ ദ ഫോളോയിങ് ഫാക്ട്സ്. ഏതാണ്? ഹിസ് ക്ലെയിം ദാറ്റ് ബാലഭാസ്കർ വാസ് ഡ്രൈവിംഗ്, ഹിസ് അസോസിയേഷൻ വിത്ത് പ്രകാശ് തമ്പി. ഈ രണ്ട് കാര്യങ്ങളിൽ ഇയാള് ട്രൂത്ത്ഫുൾ അല്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്നാൽ he was truthful about the fact that no one attacked at a petrol pump or anywhere before the accident. Also that this accident was not done deliberately by him. That this accident has no relation to gold smuggling case. ഈ കാര്യങ്ങൾ കറക്റ്റ് ആണ് പറഞ്ഞതെന്നും, എന്നാൽ പ്രകാശ് തമ്പിയുമായിട്ടുള്ള അസോസിയേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ബാലഭാസ്കർ ഡ്രൈവ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചോ ഡിസെപ്റ്റീവ് ആൻസർ വന്നു. ഈ ഡിസെപ്റ്റീവ് ആൻസർ എന്നുള്ളത് വാർത്തയായിട്ട് വന്നപ്പോൾ അർജുൻ പറഞ്ഞ കാര്യങ്ങൾ പ്രകാശ് തമ്പിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും ഇത് വാർത്തയായില്ല. ഇന്നലെ വിഷ്ണുവിന്റെ കാര്യത്തിലും പറഞ്ഞല്ലോ, വിഷ്ണുവിന്റെ കാര്യവും വാർത്തയായില്ല എന്നുള്ള കാര്യം. അപ്പോൾ വളരെ സെലക്റ്റീവായിട്ടാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് CBI ഒരു ഘട്ടത്തിൽ. ന്യായമായും നമുക്ക് സംശയം തോന്നുമല്ലോ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ അർജുന്റെ കേസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ
താങ്ക്സ് ടു അർജുൻ ഈ വിഷയം വീണ്ടും പുറത്തു വന്നു എന്നുള്ളത്. CBIയുടെ മൂക്കിന് കീഴെ തന്നെ CBI നിഷേധിച്ച തരത്തിലുള്ള, ഞങ്ങൾ ആരോപിച്ച തരത്തിലുള്ള ഒരു ക്രൈമിൽ ഈ പറയുന്ന വ്യക്തി ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു തെളിവായി മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ കേസ് അവസാനിക്കരുത് എന്നുള്ളതിലേക്ക് ഏതോ ഒരു ശക്തിയുടെ ഇടപെടലായി ഞങ്ങൾ കരുതുന്നതും ഈ അർജുന്റെ കേസാണ്. ഇനി അടുത്തത് ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാക്ഷി, കലാഭവൻ സോബി. കലാഭവൻ സോബിയുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ആദ്യം പറഞ്ഞോട്ടെ. കലാഭവൻ സോബി എന്ന് പറയുന്നത് പല ചർച്ചകളിലും വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടും ഒക്കെ പലരും ഇരുന്ന് പറയുന്നുണ്ട് അതൊരു വെറും മിമിക്രിക്കാരൻ, അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. ഈ വെറും മിമിക്രിക്കാരൻ എന്ന് പറയുമ്പോൾ മിമിക്രിക്കാരന്മാരെയും കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ചിലരൊക്കെ കലാകാരന്മാർ തന്നെയാണ് ഈ പറയുന്ന ഈ ഭാഷ പ്രയോഗിച്ചതായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു കലാകാരനാണ്, ഇദ്ദേഹം ഒരു തബലിസ്റ്റ് ആയിരുന്നു, ഇദ്ദേഹം ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്. കലാഭവന്റെ ആബേൽ അച്ഛൻ ഉള്ള സമയം മുതലേ അവിടെയുള്ള അതിന്റെ ഒരു വലിയ ചരിത്രത്തിന്റെ തന്നെ വലിയൊരു ഭാഗമായിട്ടുള്ള ഒരാളാണ്. പ്രശസ്തരായ ഒരുപാട് വ്യക്തികളുമായി നല്ല പരിചയവും ഇതുമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെയുള്ള പല പ്രശസ്ത സിനിമാ സംഗീത രംഗത്തെ പല പ്രശസ്തരായ വ്യക്തികളും ഇദ്ദേഹത്തെ റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ള പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു വെറും മിമിക്രിക്കാരൻ അല്ല, അല്ലെങ്കിൽ വെറും ഒരു തട്ടിപ്പുകാരൻ അല്ല, ഒരു കലാകാരനാണ്, ഒരു സൗണ്ട് എഞ്ചിനീയറാണ്. അത് അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ. പക്ഷേ നമ്മൾ ഇദ്ദേഹത്തെ അറിയുന്നത് മീഡിയയിലൂടെയാണ്. ജൂൺ 2019 ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ബൈറ്റ് നമ്മൾ കാണുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ഒരു ദീർഘയാത്രയായിരുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോകുമ്പോൾ അയാൾ ഒരിടത്ത് ഒരു പെട്രോൾ പമ്പിന് സമീപം, പെട്രോൾ പമ്പില് ഒരു CCTVക്ക് സമീപം തന്നെ പാർക്ക് ചെയ്തിരുന്നു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. തനിയെ ഡ്രൈവ് ചെയ്യായിരുന്നു. ആ സമയത്ത് കണ്ട ചില കാഴ്ചകൾ, അതായത് ഒരു നൈറ്റ് പാർട്ടി പോലെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഉള്ള ആൾക്കാർ അതിൽ നിന്നിറങ്ങി മദ്യപിക്കുന്നു, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നു, കുപ്പി തല്ലി പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബാലുചേട്ടൻ്റെ വണ്ടി അതിലെ പാസ് ചെയ്ത് അവിടെ വന്ന് നിർത്തുന്നു. ഈ രണ്ട് വണ്ടികളിൽ നിന്ന് ഒരു സ്കോർപ്പിയോയുടെ കാര്യം, ഒരു വെള്ള സ്കോർപ്പിയോയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഫർദർ ഇദ്ദേഹം റെസ്റ്റൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അതാണെന്ന് തോന്നുന്നു വെള്ള സ്കോർപ്പിയോയുടെ കാര്യം, ഒരു വണ്ടി വളരെ വേഗത്തിൽ തിരിച്ച് ഡയറക്ഷനിൽ, കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫർദർ മുന്നോട്ട് പോകുമ്പോഴാണ് ആക്സിഡന്റ് നടന്നതായിട്ട് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ വണ്ടി ചെരിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്, വീൽസ് കാണുന്ന രീതി, 4 വീലും കാണുന്ന രീതിയിൽ ചെരിഞ്ഞു കിടക്കുന്നതാണ് കണ്ടതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് പറയുന്നത്, അദ്ദേഹം എടുത്ത് പറയുന്നുമുണ്ട്. സൈഡിൽ ഒരു ബൈക്കിൽ ഒരു വണ്ണമുള്ള ഒരാളും സൈഡിൽ ഒരു ബർമുടയും ടീഷർട്ടും ഇട്ട ഒരാൾ, ഷർട്ടും ഇട്ട ഒരാൾ, ഫ്രഞ്ച് ബിയർഡുള്ള ഒരാൾ, ഇവർ രണ്ടുപേരും തുഴഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. കുറച്ച് നെർവസ് ആയിട്ട് ആ ചെറുപ്പക്കാരൻ ഓടുന്നതും കണ്ടു. ഇയാളെയും കണ്ടു, ബൈക്കിൽ ഒരാളെയും കണ്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ മുന്നോട്ട് പോകാൻ അതിൽ ഇടപെടണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം ഗുണ്ടകളെ പോലെയായിരുന്നു. അവർ ആൾക്കാരെ ആട്ടിപ്പായിക്കുന്നുണ്ടായിരുന്നു, പോകാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയോ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയി കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പിന്നെ ആരൊക്കെ വിളിച്ച് പറയുന്നതും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ആയുധങ്ങൾ വെച്ചിട്ട് ഈ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടതായി പറയുന്നുണ്ട്. അതിൽ ഇദ്ദേഹം പറയുന്നതിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് വാലിഡായിട്ട് തോന്നിയ അന്ന് വാലിഡായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്ക് ഗ്ലാസ് പൊട്ടിച്ചതിന്റെ കാര്യമാണ്. ബാക്ക് ഗ്ലാസ് പൊട്ടിയിരുന്നതിനെ പറ്റി ഒരു റെഫറൻസും അവിടെയുള്ള റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്നോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ വണ്ടിയുടെ അവസ്ഥ അതായിരുന്നു. ബാക്കിയൊക്കെ സംഭവിച്ചതിനെ പറ്റി ഓരോരുത്തരുടെ മൊഴികളിലുണ്ട്. ആ വിറ്റ്നസ്സുകൾ പലരും ഇന്നില്ല, ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ആ ബാക്ക് ഗ്ലാസ് പൊട്ടിയതിനൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് അവിടെ നിന്നാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് പോയപ്പോൾ ഓരോ പ്രാവശ്യവും ഓർക്കുന്നവർക്കറിയാം, ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് ആദ്യം പോയപ്പോഴും CBIയുടെ അടുത്ത് ആദ്യം പോയപ്പോഴും ഒക്കെ സോബി ജോർജ് മീഡിയയിൽ വന്ന് പറയുന്നത് എനിക്ക് വലിയ വിശ്വാസമാണ്, ഒരു 15 ദിവസത്തിനുള്ളിൽ ഇത് തെളിയിക്കപ്പെടും. ആത്മാർത്ഥതയോടെ ഈ ഉദ്യോഗസ്ഥർ അതെല്ലാം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഇത് തെളിയിക്കപ്പെടും. എന്തൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ആ സമയത്തെന്ന് ഞാൻ റെട്രോസ്പെക്റ്റീവായിട്ട് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്.
പക്ഷേ ഈ പോലീസും CBIയും അദ്ദേഹത്തോട് ചെയ്ത ചതി എന്താണെന്ന് നമുക്ക് പിന്നീട് അറിയാലോ. പോലീസിന്റെ കേസിൽ ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ ആകെ തെളിയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കോൾ ഡേറ്റ എടുത്തു. അതായത് നമ്മൾ അറിയുന്നത് 2019 സോബി ജോർജ് 2018 ഇതിന് വിറ്റ്നസ് ആയതിനു ശേഷം ആദ്യം വക്കീലിനെ വിളിക്കുന്നു, ഇങ്ങനൊരു കാര്യം കണ്ടിട്ടുണ്ട്, ഞാൻ ഇടപെടട്ടെ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് എല്ലാ പ്രശ്നത്തിലും ചെന്ന് തലയിടണ്ട, മിണ്ടാതിരുന്നാൽ മതി, കണ്ടത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെയും ഈ ആരോടിച്ചു അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ ബാലുചേട്ടന്റെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള മധു ബാലകൃഷ്ണനെ വിളിക്കുന്നു. മധു ബാലകൃഷ്ണനെയൊക്കെ അദ്ദേഹത്തിന് വളരെ കാലത്തെ പരിചയമാണ്, സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ തന്നെയുള്ള പരിചയമാണ്, വെറും ഒരു പേഴ്സണൽ ബന്ധമല്ല അല്ലെങ്കിൽ ഒരു കോൺടാക്ട് എന്നുള്ള രീതിയിലല്ല. അപ്പോൾ മധു ബാലകൃഷ്ണനെ വിളിച്ച് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മധു ബാലകൃഷ്ണൻ തമ്പിയുടെ നമ്പർ കൊടുക്കുന്നു. തമ്പിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു തമ്പിയുടെ നമ്പർ കൊടുക്കുന്നു. തമ്പിയെ വിളിക്കുന്നു, കാര്യം പറയുന്നു. തമ്പി കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിട്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അതൊക്കെ വെറുതെ തോന്നുന്നതാണ്, എല്ലാം ഞങ്ങളതെല്ലാം നോക്കിയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, ലോക്കൽസിനോട് അന്വേഷിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തമ്പി തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇത് CDR പ്രകാരം കൃത്യമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ ഫോൺ കോൾസ് നടന്നു 2018 തന്നെ എന്നുള്ളത് പോലീസ് കൃത്യമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടവർ ലൊക്കേഷനും അങ്ങനെ ഇങ്ങനെ വെച്ചപ്പോൾ സോബി ജോർജ് ആ സമയത്ത് അതിലൂടെ കടന്നു പോയതിന്റെയും തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഈ വ്യക്തി പറയുന്നൊരു കാര്യം മുഖവിലക്കെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം ക്രൈംബ്രാഞ്ചിന് ആ സമയത്ത് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് KSRTC അജി ആയിരുന്നു. KSRTC അജി എന്ന് പറയുന്ന ആള് പറഞ്ഞല്ലോ ഇങ്ങനെ വളരെ ഗംഭീരമായ രീതിയിൽ അദ്ദേഹം തന്നെ വന്ന് എല്ലാ റെസ്ക്യൂ കാര്യങ്ങളും അതും ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നു. ഈ KSRTCയിൽ RTI പ്രകാരം ഞങ്ങൾ ചോദിച്ച സമയത്ത് 4:10 അവരുടെ ആറ്റിങ്ങലെത്തുന്ന ഷെഡ്യൂൾഡ് ടൈം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയവും അതും ഇതുമൊക്കെ വന്നാൽ പോലും, വ്യത്യാസങ്ങൾ വന്നാൽ പോലും CBI അവസാനം എത്തിച്ച ആ ഒരു 3:30 സമയം ആക്സിഡന്റിലേക്ക് എങ്ങനെ നോക്കിയാലും അജിയുടെ ബസ് എത്തും എന്ന് തോന്നുന്നില്ല. ഒരുപാട് പൊരുത്തക്കേടുകൾ അജിയുടെ മൊഴിയിലുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം അതൊക്കെ നമ്മൾ സമയമൊക്കെ ഏകദേശം ഓക്കെ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു സത്യം. ബാലഭാസ്കറിനെ കണ്ടതിന്റെ കാര്യവും ഒക്കെ അദ്ദേഹം പ്രശ്നമെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് ടൈമിന്റെ വ്യത്യാസം, കൊല്ലത്തുനിന്ന് പുറപ്പെടുന്നതിന്റെയും ആറ്റിങ്ങലെത്തുന്നതിന്റെയും ഒക്കെ വ്യത്യാസം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ബസ്സിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണെന്നാണ് RTI പ്രകാരം നമുക്ക് കിട്ടിയത്. അപ്പം അങ്ങനെയൊന്നും അല്ല, ബസ് ഓടുന്ന സ്പീഡ് എന്താണെന്ന് നമുക്കറിയാം എന്നൊക്കെ പറയാമെങ്കിലും 90-95 സ്പീഡിൽ പോകുന്ന കാറുകളുടെ തൊട്ടു പുറകെ ഈ KSRTC ബസ് ഉണ്ടായിരുന്നു എന്നാണ് അജിയുടെ മൊഴി. അപ്പോൾ അതിലും ഒരു നമുക്ക് സംശയിക്കാനൊരു എലമെന്റ് ഉണ്ട് അല്ലേ സ്പീഡിന്റെ കാര്യത്തിൽ. അപ്പോൾ അജിയുടെ മൊഴി ആണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് സോബി ജോർജിന്റെ മൊഴിയെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇല്ല, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, അജി എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് നിന്നത്. സോബി പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്നെ ഫോട്ടോസ് കാണിക്കുന്ന പ്രകാരം ഞാൻ ആൾക്കാരെ തിരിച്ചറിയാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരൊറ്റ ഫോട്ടോ പോലും കാണിക്കാൻ ക്രൈംബ്രാഞ്ച് ആ ഘട്ടത്തിൽ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് സോബി ജോർജിന്റെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പരാമർശിച്ച ഒരു എറണാകുളത്തെ കോർട്ടിലെ ഒരു കേസിൽ ധൃതി വെച്ച് സോബി പറഞ്ഞ ജിഷ്ണുവും വിഷ്ണുവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവരുടെ രേഖകൾ വെച്ചിട്ട്, പാസ്പോർട്ട് വെച്ചിട്ട്, ടവർ ലൊക്കേഷൻ വെച്ചിട്ട് കൃത്യമായി തെളിയിച്ചങ്ങ് റിപ്പോർട്ട് കൊടുത്തു ക്രൈംബ്രാഞ്ച്. അപ്പോൾ സോബിയെ കൃത്യമായ തെളിവെടുപ്പൊന്നും സോബിയെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല, നടത്തിയിട്ടില്ല. ഈ സോബി പറഞ്ഞു അവിടെ ഒരു CCTV ഉണ്ടായിരുന്നു നിന്ന പമ്പിൽ, അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത പമ്പിൽ. ആ CCTV റിമൂവ് ചെയ്തതായിട്ടാണ് പിന്നീട് കാണുന്നത്. ഈ റിമൂവ് ചെയ്തെന്നുള്ളത് അവിടെ CCTV ഇല്ലായിരുന്നു എന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരും പറയുന്നുണ്ട്. CBIയും അത് മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ ആ CCTV ഉണ്ടായിരുന്നതിന് അവിടെ വയറ് തൂങ്ങി കിടക്കുന്നതായി കണ്ടതും ആൾക്കാർ പറയുന്നുണ്ട്, സോബിയും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ CBIക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെട്രോൾ പമ്പ് ജീവനക്കാരുടെ അല്ലെങ്കിൽ പെട്രോൾ പമ്പിന്റെ പഴയ രേഖകളൊന്ന് പരിശോധിച്ചാൽ CCTV ഉണ്ടായിരുന്നു, അതിന് ചെലവുണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഇൻവെസ്റ്റിഗേഷൻ അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും സോബി പറഞ്ഞതിനെ ഡിസ്കാർഡ് ചെയ്യാനുള്ള ധൃതിയിലായിരുന്നു എല്ലാവരും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് സോബി ജോർജ് DRIക്ക് മൊഴി കൊടുക്കുന്നത്.
DRIക്ക് മൊഴി കൊടുക്കുന്ന സമയത്ത് DRI കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് സോബിയെ കാണിക്കുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. സോബിയെ കാണിക്കുന്ന സമയത്ത് അതിലൊരാളെ സോബി കൃത്യമായി തിരിച്ചറിയുന്നു. ഈ വ്യക്തി എന്ന് പറയുന്നത് റൂബൻ തോമസ് എന്ന് പറഞ്ഞ ആളാണ്. വിഷ്ണുവിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പള്ളിപ്പുറം സ്വദേശിയുമാണ്. ആ ഏരിയയിൽ തന്നെ ഉള്ള ഒരു ലോക്കൽ ഒരാളാണ്. അപ്പൊ സോബിക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സിനാരിയോയില് വെറും ഒരു ഔട്ട്സൈഡർ ആയിട്ട് സോബി ഇതിന് എഫേർട്ട് ഇട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ CBI അതിന് മറുപടി കണ്ടെത്തി. റൂബൻ തോമസ് ഇല്ല. റൂബൻ തോമസിന്റെ ഗൂഗിൾ മാപ്പ് റെക്കോർഡും ഫോണിന്റെ ഡീറ്റെയിൽസും വെച്ചിട്ട്, അല്ലെങ്കിൽ അറ്റൻഡൻസ് ഷീറ്റ് ബാംഗ്ലൂർ ആയിരുന്നു, അത് വെച്ചിട്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ. അപ്പൊ റൂബൻ തോമസിന്റെ മൊഴിയിലും നിശാന്ത് എന്ന് പറഞ്ഞ മറ്റൊരു വിഷ്ണുവിന്റെ എംപ്ലോയിയെ പറ്റി പറയുന്നുണ്ട്. ഇവരെല്ലാവരും പിന്നീട് ഗോൾഡ് സ്മഗ്ലിംഗ് കാരിയേഴ്സ് ആയിട്ട് തിരിച്ചറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഒരു സാഹചര്യ എന്താ പറയുക, ഒരു ബന്ധവുമില്ലാതെയുള്ള ആൾക്കാരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് വരുന്നു എന്നുള്ളത്, ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത് ഒരു സംശയം തോന്നുന്ന ഒരു കാര്യമല്ലേ. കോടതിയും അത് തന്നെയാണ് നിരീക്ഷിച്ചത്. കോടതി അത് തന്നെയാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. പക്ഷെ അതെല്ലാം ഈ പറഞ്ഞതുപോലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ ടവർ ലൊക്കേഷന്റെയോ അല്ലെങ്കിൽ CDRന്റെയോ ബേസിസിൽ മാത്രം എല്ലാം ഒന്നും സംശയിക്കാനില്ല എന്ന് പറഞ്ഞു. ഇനി പോളിഗ്രാഫ് ടെസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നല്ലോ, ഡിസെപ്റ്റീവ് ആൻസർ എന്ന് പറഞ്ഞു വന്നത് ബിഹേവിയറൽ അനാലിസിസ് ആണ്. സോബിയുടെ കേസിൽ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു സർജറി കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ അതിന്റെ ഇത് ജനറേറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സോബി പറഞ്ഞതെല്ലാം നുണയാണെന്നൊരു വാർത്ത എന്തിനായിരുന്നു CBI ലീക്ക് ചെയ്തത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അങ്ങനൊരു ഈ പറഞ്ഞ പോലെ പൊതുബോധം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിനും പോലും എന്ന് തോന്നുന്നു. അപ്പോൾ സോബി ജോർജ് അത് കഴിഞ്ഞിട്ടുള്ള കേസിലും ഇതെല്ലാം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞാണ് ഈ സോബി ജോർജിനെതിരെ കേസ് വഴിതെറ്റിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് CBIയെ കോടതി വിമർശിച്ചിട്ടുള്ളത്. സോബിക്കെതിരെയുള്ള കേസ് തള്ളുകയും ചെയ്തു. സോബി ബ്രെയിൻ മാപ്പിങ്ങിന് തയ്യാറാണ് എന്ന് രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ സമയത്ത് തുടരന്വേഷണ സമയത്ത് CBIക്ക് എഴുതി കൊടുത്തു, ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ അത് നടത്തിയില്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ സോബിയെ മറ്റുള്ള കേസുകളുടെ പേരിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ തുടരെ കുറെ മാസങ്ങളോളം ആളെ ജയിലിലാണ്. 11 കേസോളം ബാക്ക് ടു ബാക്ക് ജാമ്യമില്ലാത്ത രീതിയിൽ ആളെ അകത്തിടുകയാണ് ചെയ്തത്. ഈ കേസുകൾ എന്ന് പറയുന്നത് സോബി ജോർജ് അഭിഭാഷകൻ കോടതിയിൽ കൃത്യമായിട്ട് കാണിച്ചതാണ്. അതിന്റെ രേഖകളെല്ലാം കാണിച്ചതാണ്. 20 തട്ടിപ്പ് കേസുകൾ നിലനിൽക്കുന്നത്. അതിൽ ചിലത് ഇപ്പൊ ഇല്ലാതാണ്. ആ കേസുകളിലെല്ലാം രേഖകളുണ്ട്. അത് കലാഭവനുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കേസാണ് ചിലതൊക്കെ. അങ്ങനെയുള്ള കേസുകളിൽ പോലും സാമ്പത്തിക ഇടപാടുകളും അങ്ങനെയാണ്. വലിയൊരു ക്രിമിനൽ സ്വഭാവമുള്ള കേസല്ല എന്ന് കോടതി കൃത്യമായി നിരീക്ഷിച്ചിട്ടുമുണ്ട്. കോടതി പറയുകയും ചെയ്തു, അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെയാണ് എങ്കിൽ അത് എന്താ പറയുക, മുഖവിലേക്ക് എടുത്താൽ പോലും മറുവശത്തുള്ളവരും വലിയ ക്രിമിനലുകളാണ് എന്നുള്ളത് കൊഫെപ്പോസ് അവരിൽ ചുമത്തപ്പെട്ടതോടുകൂടി തെളിഞ്ഞതാണ്. പക്ഷെ അവരുടെ മൊഴികളെല്ലാം വളരെ ക്ലീൻ ആയിട്ട്, വളരെ ഈസി ആയിട്ട് CBI എടുത്തിട്ടുണ്ട്, വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് സോബി ജോർജിനെതിരെ കേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വല്ലാത്തൊരു എന്താ പറയാ, ഹിപ്പോക്രസി അല്ലേ എന്നുള്ളത് കോടതി കൃത്യമായി തന്നെ നിരീക്ഷിച്ചൊരു കാര്യമാണ്, ചോദ്യം ചെയ്തൊരു കാര്യമാണ്. തുടരന്വേഷണത്തിലും ഈ സോബി ജോർജ് എഴുതി കൊടുത്തിട്ടും അയാളിൽ അന്ന് പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യം മാത്രമേ എന്താ പറയാ, പുതിയൊരു കാര്യം അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യമായി, ഒരു കൺക്ലൂഷനായിട്ട് CBI ടീം നൽകിയിട്ടുള്ളൂ. അല്ലാതെ ഫർദർ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനോ അതിനുള്ള പോസിബിലിറ്റിയെ പറ്റി ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാനോ ഒന്നും ശ്രമിച്ചിട്ട് തന്നെയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, CBI ടീം, രണ്ടാമത്തെ ടീം വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോയിട്ട് ഞങ്ങൾ ഇനിയും വരും എന്ന് പറഞ്ഞു പോയതല്ലാതെ പിന്നെ ഒരു 7 മാസത്തേക്ക്, ആകെ 3 മാസം സമയം കൊടുത്തു, ഒരു എക്സ്റ്റൻഷൻ 3 മാസം കൂടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 7 മാസത്തേക്ക് പിന്നീട് അവരുടെ അനക്കമേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അറിയുന്നത് കോടതിയിലൂടെ ഈ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോഴും ഞങ്ങൾക്ക് റിപ്പോർട്ടൊന്നും കോപ്പി തരാനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. സോബി ജോർജിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നിരിക്കാനുള്ള സാധ്യതയെപ്പറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ബാലുചേട്ടന്റെ അവസ്ഥ എന്തായിരുന്നു, ബാലുചേട്ടന്റെ ഇഞ്ചുറി എന്തായിരുന്നു എന്നുള്ള സംശയം ന്യായമായിട്ടും വരും. ബാലുചേട്ടനും ലക്ഷ്മിയും ശരിക്കും പറഞ്ഞാൽ 2 തരത്തിൽ അവിടെ ബോധമില്ലാത്ത ആൾക്കാരാണ് ഈ ആക്സിഡന്റിനെ കുറിച്ച്.
അതായത് ബാലുചേട്ടൻ ഡോക്ടർ ഫൈസലിനോട് പറയുന്നുണ്ട്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഫൈസലിനോട് പറയുന്നുണ്ട് ആരാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞു, കോൺഷ്യസ് ആയിരുന്നു. ഈ ആക്സിഡന്റിൽ അല്ല, എന്താ പറയാ, എൻ്റെ ഓർമ്മയിൽ ഒരു വലിയ ശബ്ദം കേട്ടു എന്നുള്ളത് മാത്രം. അതുപോലെ ഞാൻ ഉറക്കമായിരുന്നു എന്നുള്ളതും, പുറകിൽ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതും ബാലുചേട്ടൻ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഫൈസലിനോട്. ലക്ഷ്മി നമുക്കറിയാം, ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് കണ്ട പിക്ചർ എന്ന് പറയുന്നത് പകച്ചിരിക്കുന്ന അർജുനെയാണ്. അതിനുശേഷം ഒരു ഹിറ്റ് ആയിരിക്കാം ലക്ഷ്മിയുടെ ബോധം പോയി. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ടാണ് ലക്ഷ്മിക്ക് പൂർണ്ണമായും ബോധം തിരിച്ചു കിട്ടുന്നത്. ഈ പറഞ്ഞ സാധ്യതകളൊക്കെ പരിശോധിച്ചാൽ ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ അർജുന്റെ കേസിൽ പറഞ്ഞല്ലോ, ഞാൻ ആ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, പല സാഹചര്യത്തിലും ക്ലിയർ ആയിട്ടൊരു ഇത് കൊടുക്കാനായിട്ട്, എന്താണ് സംഭവിച്ചത് അതിനുശേഷം എന്നുള്ളതിനെ കുറിച്ച് കൊടുക്കാൻ അർജുന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സമയവ്യത്യാസങ്ങൾ ഒരു സാധ്യതയല്ലേ? 2 ഹിറ്റ് ഒരിടത്തല്ല, ഒരൊറ്റ ആക്സിഡന്റ് എന്നുള്ളതല്ലാതെ മുമ്പും വേറെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള, മുമ്പോ പിമ്പോ വേറെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയും ഒരു കാണുന്നില്ലേ നാച്ചുറലി? കാരണം ആദ്യം വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടിൽ വണ്ടി 2 പ്രാവശ്യം ഇടിച്ചു എന്ന് പറയുന്നുണ്ട്. അത് എന്തിന്റെ ബേസിസിലാണ്? കാരണം വിറ്റ്നസ് മൊഴികളൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. 2 പ്രാവശ്യം ഇടിച്ചു എന്ന് കണ്ട വിറ്റ്നസ്സുകൾ ആരും ഇല്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ജനറൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ പക്ഷെ വണ്ടി ആദ്യം ഒന്നിടിച്ചു, വീണ്ടും റിവേഴ്സ് പോയി, വീണ്ടും വന്നിടിച്ചു എന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഹിറ്റ് എന്നുള്ളത് വണ്ടിയുടെ അവസ്ഥയെ വെച്ചിട്ടാണ് ആ ന്യൂസ് റിപ്പോർട്ട് എങ്ങാനും വന്നതെങ്കിൽ, ഈ 2 ഹിറ്റ് എന്ന് പറയുന്നത് 2 സ്ഥലത്ത് 2 സമയത്ത് ആകാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോബി ജോർജിന്റെ മൊഴിയെയൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സമയത്തിന്റെ പൊരുത്തക്കേടുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ ഏതായാലും കഴിയില്ല. ഇതൊക്കെ തന്നെയാണ് കോടതിയും പറഞ്ഞത്. സോബി ജോർജിന്റെ മൊഴി എടുക്കാത്തതിനെ കുറിച്ച് കോടതിയും ചോദിച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. സാധ്യതകൾ പലതും ഉണ്ട് അവിടെ, തെളിയിക്കാൻ ബാക്കിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ക്രിമിനൽ ആയിട്ടുള്ള 2 പേരുടെ മൊഴികളെ പൂർണ്ണമായും, 3 പേരുടെ മൊഴികളെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു സാധ്യതയെ ഇല്ല എന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ലക്ഷ്മിയുടെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ ബോധം പോയി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്കറിയില്ല. ബാലുചേട്ടന്റെ കേസിലും ഡെത്ത് വാസ് ഡ്യൂ ടു ഇഞ്ചുറി സസ്റ്റെയിൻ ടു ഹെഡ് ആൻഡ് ചെസ്റ്റ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അവസാനം പറയുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപാട് എന്താ പറയാ, മുറിവുകളെക്കുറിച്ചും ചതവുകളെക്കുറിച്ചും പരിക്കുകളെക്കുറിച്ചും പറയുന്നതിൽ ചിലതൊക്കെ ആക്സിഡന്റിൽ സംഭവിച്ചത്, ചിലത് സർജറി പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്, അങ്ങനെയൊക്കെ പല പല സാധ്യതകൾ അതിനകത്തുണ്ട്. കൺക്ലൂസീവായിട്ട് അതിൽ നിന്ന് എന്തിൽ നിന്ന് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പറയാൻ കഴിയുമോ എന്നുള്ളത് എക്സ്പേർട്ടിന്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇത് പറയാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അതിന്റെ ലീഗൽ വശത്ത് നിന്ന് സംസാരിച്ചവരെല്ലാവരും പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ സോബി ജോർജിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ, സോബി ജോർജ് പറഞ്ഞ കാര്യത്തിൽ അയാൾ അടിയുറച്ച് നിൽക്കുന്ന, ഇപ്പൊ CBI പറഞ്ഞതുപോലെ അത് അയാൾക്ക് എന്താ പറയുക, ഈ കേസിനെ വഴിതെറ്റിച്ച് വിടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ആ വഴിതെറ്റിക്കാനുള്ളൊരു മോട്ടീവ് ഉണ്ടാവണ്ടേ, അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവണ്ടേ? ആ ഇന്റൻഷൻ എന്താണ് എന്ന് കണ്ടെത്തണ്ടേ? ആ ഇന്റൻഷൻ കണ്ടെത്തിയാലല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കേസ് പൂർണ്ണമായും ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, ഇതിൽ ദുരൂഹതകളില്ല എന്ന് പറയാൻ കഴിയുള്ളൂ. ഒരാൾ കൃത്യമായിട്ട് അന്ന് മുതൽ 6 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ ഇടയ്ക്ക് വന്ന് അജിയെ പോലെ ഇടയ്ക്ക് വന്ന് പോയി എന്നുള്ളതൊക്കെ ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ 6 വർഷമായി തുടരെ ഇതിന്റെ പുറകെ സ്വന്തം ജീവിതവും സ്വന്തം പ്രൊഫഷനും ജീവനും ഒക്കെ റിസ്ക് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെ മുഖവിലേക്ക് എടുക്കാതെ CBI അയാൾക്കെതിരെയും ആക്ഷൻ എടുത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോയി എന്ന് പറയുന്നത് കുറച്ച് അതിക്രമമാണ് സത്യം പറഞ്ഞാൽ. കാരണം വെറും സാധാരണക്കാരുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ ഒരു മനുഷ്യനും സാക്ഷി പറയാൻ പോകരുത് എന്നൊരു തോന്നലിലേക്ക് പോകും. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എന്ത് കണ്ടാലും കണ്ടില്ല എന്ന് നടിച്ച് പോകാൻ തോന്നും. കാരണം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ആക്സിഡന്റ് കേസിലൊക്കെ നമ്മൾ പൊതുവേ പറയുന്ന കാര്യമാണെങ്കിലും എന്ത് ഗ്രേവ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് കണ്ടാലും, ഒരു പ്രശ്നം കണ്ടാലും ഇടപെടാതെ പൊക്കോളൂ. കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഇതിന്റെ പിന്നാലെ ആയിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് സോബി ജോർജ് എന്ന് പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഇൻസിഡന്റും കൂടെ പറയാനുള്ളത്, അജിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അജിയെ പോലെ തന്നെ അജിയുടെ അതേ രീതിയിൽ മൊഴി പറഞ്ഞ മറ്റൊരു ആളുണ്ട്, പ്രവീൺ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ മൊഴിയുണ്ട്. അതായത്
അതിലൊരു ചെറിയ രസം എന്താ ഉള്ളതെന്ന് വെച്ചാൽ അജി പറയുന്നതിൽ അജി മെയിൻ ആള് ഒരു കാറിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരൻ, അയാളുടെ അസിസ്റ്റന്റ്. പ്രവീണിന്റെ ആംഗിളിൽ പ്രവീൺ മെയിൻ ആള് KSRTCയിൽ നിന്ന് ഇറങ്ങി വന്ന ഡ്രൈവർ അസിസ്റ്റന്റ്. ഈ രീതിയിൽ ഒരേ കഥ പറയുന്ന രണ്ട് വ്യക്തികളാണ്. പക്ഷെ പ്രവീണിന്റെ ഈ യാത്രയുടെ കാര്യത്തിലുള്ള ഡിസ്ക്രിപ്ഷനിൽ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം പ്രവീൺ പറയുന്നുണ്ട്. അതായത് പ്രവീൺ അദ്ദേഹത്തിന്റെ ബ്രദറിനോടെ കൂടിയാണെന്ന് തോന്നുന്നു, വരുന്ന വഴിയിൽ മുമ്പിൽ ഇന്നോവ കാണുന്നു. വളരെ ഹൈ സ്പീഡിലാണ് ഇന്നോവ പോകുന്നത്. പക്ഷെ സൈഡ് കൊടുക്കാതെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോയി ഇയാൾ ഹോൺ അടിച്ച് പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോയി ഇന്നോവ സൈഡ് കൊടുക്കാതെ പോയിക്കൊണ്ടിരുന്നു. ഈ സിഗ്നലിന്റെ അടുത്തെങ്ങാണ്ട് വെച്ച് ഇയാൾ കിട്ടിയ തക്കത്തിന് ഒരു 95+ സ്പീഡിൽ കയറി അങ്ങ് പോയി. പക്ഷെ പോയി കുറച്ച് കഴിഞ്ഞ ഉടനെ പുറകിൽ വല്ലാത്ത ശബ്ദം കേട്ടിട്ട് തിരിച്ചു വന്നിട്ടാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഈ പ്രവീൺ ഇടപെട്ടതായിട്ട് പറയുന്നത്. ഈ വണ്ടിയുടെ പാറ്റേൺ ഇദ്ദേഹം പറയുന്ന മൊഴി നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പാറ്റേൺ ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ഒരു ക്ഷീണം കൊണ്ടോ മിസ്ജഡ്ജ്മെന്റ് കൊണ്ടോ അർജുന സംഭവിച്ച ഒരു പിഴവ്, ഉറക്കം എന്നുള്ളതൊക്കെ മാറ്റിയല്ലോ, നമ്മൾ മാറ്റി നിന്നു, അതൊക്കെ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞു. ക്ഷീണം കൊണ്ടോ എന്നൊക്കെ പറയുന്ന ആ എക്സ്ക്യൂസസ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നത് കാണുന്നില്ല. ഈ തിരിഞ്ഞും മറിഞ്ഞും വണ്ടി പോയി എന്ന് പറയുകയാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഒന്നുകിലൊന്ന് റേസിംഗ് നടക്കുകയായിരിക്കാം, ആ ഒരു രീതിയിലായിരിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്കുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, ഒരു ബാലൻസ് കിട്ടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാവാം. ഊഹാപോഹങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇയാളുടെ മൊഴിയെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ വെറുതെ ഒരു കഥയല്ല ഈ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ ഡിസ്ക്രിപ്ഷനിലും മറ്റൊന്നുമില്ല, നമുക്ക് വേറൊന്നും അവൈലബിൾ അല്ല, പകച്ചിരിക്കുന്ന അർജുനെ കണ്ടു എന്നുള്ളത് മാത്രമാണ്. അർജുന് ക്ഷീണം തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ജ്യൂസ് കുടിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ബാലുചേട്ടൻ ഈ മൂവ്മെന്റും അതും ഇതുമൊക്കെ കണ്ടില്ല, അറിഞ്ഞില്ല എന്നാണെങ്കിൽ അദ്ദേഹം ഒരു ഡീപ്പ് സ്ലീപ്പിന്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതൊരു മയക്കമാകാം, മയക്കിയതായിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ. ജ്യൂസിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ, ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഒന്നും ആരും പരിശോധിച്ചിട്ടില്ല, നിരന്തരം പറഞ്ഞിട്ടും. അപ്പോൾ ആ കാര്യങ്ങളുണ്ട്. ലക്ഷ്മി എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള ചോദ്യവും അവിടെ ബാക്കിയുണ്ട്. ഈ മൊഴി പ്രകാരം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മൂവ്മെന്റ് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. എന്തു തന്നെയാണെങ്കിലും ബാലുചേട്ടനും ലക്ഷ്മിക്കും ബോധമില്ലാത്ത അല്ലെങ്കിൽ കോൺഷ്യസ് അല്ലാത്ത ഒരവസ്ഥയുള്ള സമയത്ത്, കോൺഷ്യസ് ആയിരുന്ന ഇവർ ദൃക്സാക്ഷികൾ വരുന്ന സമയത്തും ആക്സിഡന്റിന്റെ സമയത്തും കോൺഷ്യസ് ആയിരുന്ന ഒരാളെന്ന് പറയുന്ന അർജുനാണ്. അപ്പോൾ അർജുൻ ആ ഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കാൻ മടിക്കുന്നു എന്നും കൂടെ പറയുമ്പോൾ ഇവർ രണ്ടും അറിയാത്ത എന്തെങ്കിലും അതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലല്ലേ. ഇതുകൊണ്ട് തന്നെയാണ് സോബി ജോർജിന്റെ മൊഴി കൂടുതൽ പരിശോധിക്കേണ്ടതാണ് എന്ന് കോടതിയും ആവശ്യപ്പെട്ടത്. എന്നിട്ടും സെക്കൻഡ് തുടരന്വേഷണത്തിലും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് CBIയുടെ പിഴവ് തന്നെയല്ലേ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പിഴവ് എന്ന് പറയുന്ന മനഃപൂർവ്വമാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് വ്യക്തികളുടെയും കാര്യം പറഞ്ഞു നിർത്തുമ്പോൾ സോബിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. 4 മരണങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ. ബാലുചേട്ടനും മോളും ആക്സിഡന്റോടുകൂടി. വല്യമ്മാവൻ, ബാലുചേട്ടൻ്റെ ഗുരു ശ്രീ B. ശശികുമാർ, അദ്ദേഹം മരിച്ചത് ഈ CBI ഓഫീസേഴ്സ് തുടരന്വേഷണം എന്നുള്ള പേരിൽ വളരെ റൂഡായിട്ട് തന്നെ പല രീതിയിലും സംസാരിക്കുകയും ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിലുമൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടുത്ത ദിവസത്തിലാണ്. സുഖമരണമൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞങ്ങൾ ആശ്വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും അധികം കൺസേൺ ഉണ്ടായിരുന്ന ഒരു വിഷയമാണിത്. പിന്നെ അതേ തുടർന്ന് മീര ചേച്ചി, ബാലുചേട്ടൻ്റെ ചേച്ചി, ബാലുചേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് മരുന്ന് കഴിക്കാതെ ചികിത്സ ചെയ്യാൻ, അത് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാകാതെ വീണ്ടും സ്വയം ഒരു ഐസൊലേഷനിലേക്ക് പോയി, ഞങ്ങളോട് ആരോടും സമ്പർക്കമില്ലാതെ ഒരു വല്ലാത്ത നിരാശയിലേക്ക് വീണ്ടും പോയിട്ട് ആണ് ചേച്ചിയുടെ ഇൻഫെക്ഷൻ കൂടിയതും അതൊരു സെപ്സിസിലേക്ക് മാറിയതും ചേച്ചി അവസാനം ജൂണിൽ മരിക്കുന്നൊരവസ്ഥ വന്നതും. ഈ 2 പേരും എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട്, പോസിറ്റീവായിട്ടൊരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികളാണ്. ഇതിനിടയിൽ മറ്റൊരാൾ, ഞങ്ങൾക്ക് ആർക്കും യാതൊരു ബന്ധമോ പരിചയമോ ഇല്ലാത്ത മറ്റൊരാൾ ഇതിനു വേണ്ടി 6 വർഷമായിട്ട് അലയുന്നു, ഒരു വോയിസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ധാർമ്മികമായി ഞങ്ങൾക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ജീവൻ, ഇതെല്ലാം പണം
ഓരോ പ്രാവശ്യം മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് അദ്ദേഹം ട്രാവൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി സാധാരണക്കാർക്ക് ഊഹിക്കാൻ കഴിയില്ല. അതാണ് എത്ര പ്രാവശ്യമാണ് സ്വന്തം പണം മുടക്കി വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദിയാണ്. ആസ് ഫാമിലി ഞങ്ങൾക്ക് വല്ലാത്തൊരു ആദിയാണ്. കാരണം ഇനിയൊരു ജീവനും കൂടി ഉത്തരം പറയേണ്ടി വരുന്ന, ഒരു ധാർമ്മികമായി ബാധ്യത ഏൽക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡെസ്പെറേറ്റ് സിറ്റുവേഷനിൽ വെറുതെ ഈ ഫാമിലി ഇഷ്യൂസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായ നടപടികളിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അതാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ലക്ഷ്മി ഉൾപ്പെടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്കഷൻ പോകുന്നതിനേക്കാൾ ലക്ഷ്മിക്ക് ഇപ്പോൾ സംശയിക്കാൻ കഴിയുന്ന ആൾക്കാരിലേക്ക് തന്നെ കേസിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും അധികം ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കും. ഞങ്ങളൊക്കെ എടുക്കുന്നത് വലിയ റിസ്ക് തന്നെയാണ്. അത് അറിഞ്ഞുകൂടാതെയൊന്നുമല്ല ഈ വീഡിയോ വന്ന് പറയുന്നത്, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇനിയും ബാക്കിയുള്ള ചില കാര്യങ്ങൾ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ റിപ്പോർട്ടും മൊഴികളും എല്ലാം. ഇതൊരു തുടർക്കഥയാകും എന്നുള്ളതിനെക്കുറിച്ച് വലിയ അത്ഭുതമൊന്നുമില്ല, വലിയ സംശയമൊന്നുമില്ല. വീഡിയോ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക, റീച്ച് കൂട്ടുക എന്നുള്ളതൊന്നും എനിക്കൊരു ആവശ്യവുമുള്ള കാര്യമല്ല, അതിന് താല്പര്യവുമില്ല. ഇങ്ങനെ പൊതുവേദിയിൽ വന്ന് കൂടുതൽ റിസ്ക്, നമ്മുടെ ജീവിതവും ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തി ചെയ്യേണ്ടി വരുന്നത് ഗതികേടെന്നാണ് അതിനെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുക. സാധാരണക്കാർക്കെങ്കിലും ഒരു 10 പേർക്കെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണം. കാരണം ഇത് കോടതികൾ കയറി ഇറങ്ങുന്ന മുറയ്ക്ക് എത്ര വർഷം ഇതിന് ആയുസ്സുണ്ടാകും, ഈ കേസിന് എത്ര വർഷം ആയുസ്സുണ്ടാകും, ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് എത്ര ആയുസ്സുണ്ടാകും എന്നുള്ളതിൻ്റെ ഒന്നും യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത സ്ഥാനത്ത് ഒരു 10 പേരെങ്കിലും സത്യം, അല്ലെങ്കിൽ ഈ സംശയങ്ങൾ കൃത്യമാണ്, അതിനെ കുറച്ചു പേരെങ്കിലും അംഗീകരിച്ചതാണ് എന്നുള്ളത് അറിയണം എന്നുള്ള ഒരു നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്നതാണ്. വീണ്ടും കാണാം. നമസ്തേ.